ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു മോക്ക് ടെസ്റ്റിന്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. നമ്മൾ കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് പവർ ക്യാപ്സ്യൂൾ എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അതിൽ നമ്മൾ ഒരുപാട് ടോപ്പിക്കുകൾ പഠിച്ചു പോകുന്നുണ്ട്. നമ്മൾ ക്ലാസ്സിൽ നിന്ന് തന്നെ എല്ലാം പഠിച്ച് പെർഫെക്റ്റ് ആക്കുന്നുണ്ട്. പക്ഷേ ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും ആൻസർ ചെയ്യാൻ കിട്ടുന്നുണ്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് മോക്ക് ടെസ്റ്റും സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പരീക്ഷയ്ക്ക് എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ട് പോകണം. അപ്പോൾ ഇനി ഓരോ ടോപ്പിക്കുകളായിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റും കൊണ്ടുവരുന്നതാണ്. മോക്ക് ടെസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. 2 സെറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ നടത്തുക. അതായത് മോക്ക് ടെസ്റ്റ് ഞാൻ ആദ്യം ഓരോ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും മാത്രം പറഞ്ഞു പോകും. എനിക്കൊരു ചീത്ത സ്വഭാവം ഉണ്ട്, എല്ലാവർക്കും അത് അറിയാം. നമ്മുടെ ക്ലാസ് കാണുന്ന ഭൂരിഭാഗം ആളുകൾക്കും അത് അറിയാം. എനിക്കൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അതായത് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുമോ അതൊക്കെ ഞാൻ എത്തിച്ചു തരും. അത് എത്തിച്ചു തന്നില്ലെങ്കിൽ എനിക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അത് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ പിന്നെ എനിക്ക് തോന്നിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ സെറ്റിൽ ഞാൻ ക്വസ്റ്റ്യനും ആൻസറും മാത്രം പറഞ്ഞു പോകും. പിന്നെയും ഒരു റൗണ്ട് കൂടെ നമ്മൾ വരും. ആദ്യത്തെ റൗണ്ടിൽ ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സും. അതാകുമ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അതിന്റെ ഇടയിലൂടെ ഞാൻ അതിന്റെ കണക്ഷൻസ് പറഞ്ഞു തന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ എത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ഷനും വെച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു മിസ്റ്റേക്ക് ആണ്. അപ്പോൾ നിങ്ങൾ ഫുൾ ആൻസർ ചെയ്ത ശേഷം പിന്നെ നമ്മൾ രണ്ടാമത്തെ റൗണ്ടിലേക്ക് വരും. അതായത് ആദ്യത്തെ റൗണ്ട് ഫുള്ള് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും, പിന്നെ രണ്ടാമത്തെ റൗണ്ടിൽ ആ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ വിവരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. ഓക്കെ, അപ്പോൾ പഠിക്കാത്തവരൊക്കെ ഇവിടുന്ന് തന്നെ പഠിപ്പിച്ചിട്ടും വിടാം, പഠിച്ചവർക്ക് നല്ല അടിപൊളി ഒരു റിവിഷനും ഞാൻ തന്നു വിടാം. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ എന്തായാലും മോക്ക് ടെസ്റ്റുകളുടെ ഓരോ ക്ലാസ്സുകളും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യണം. എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ എല്ലാവരും കമന്റ് ചെയ്യണം. മോക്ക് ടെസ്റ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് ആയിട്ടും അറിയിക്കുക. ബാക്കിയുള്ളവർ കണ്ടിട്ട് നിങ്ങൾ കാരണം ഒരാൾ പഠിക്കുകയാണെങ്കിൽ അത് അത്രയും നല്ലതല്ലേ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് തന്നെ കൂടെ ഓക്കെ, കൂടെ തന്നെ നന്നായിരുന്ന് വർക്കൗട്ട് ചെയ്യുക. അതായത് പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ അത് ക്ലാസ്സിലാണെങ്കിലും മോക്ക് ടെസ്റ്റുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരത്തിലാണെങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ, പ്രത്യേകിച്ച് ഈ മോക്ക് ടെസ്റ്റിലൊക്കെ ഞാൻ ഒരുപാട്, അതായത് നല്ല കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരും, അതായത് എങ്ങനെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും, എങ്ങനെ നിങ്ങൾക്ക് അതിനെ കറക്റ്റായിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും, എല്ലാം ഞാൻ പറഞ്ഞുതരും. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാക്കുക. ഓരോ ക്വസ്റ്റ്യൻസും ആദ്യം നിങ്ങളൊന്ന് ആൻസർ ചെയ്യുക, അതിനുശേഷം മാത്രം ഞാൻ പറയുന്ന ആൻസറിലേക്ക് പോയാൽ മതി. ഓക്കെ, ആദ്യം ഞാൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ഒരു ടൈം വരും. ഞാൻ ഓരോ ക്വസ്റ്റ്യനും വായിക്കും, പിന്നെ അതിൻ്റെ ഓപ്ഷനും വായിക്കാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് അല്ല, മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അല്ലെങ്കിൽ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് പോലെ നമുക്ക് അതിന്റെ റിവിഷനും പിന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ പവർ ക്യാപ്സ്യൂളിന്റെ കാര്യം മറക്കരുത്. പവർ ക്യാപ്സ്യൂൾ കണ്ടവരാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കിട്ടും. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും മിസ്സാക്കരുത് കേട്ടോ. നമ്മൾ കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് പവർ ക്യാപ്സ്യൂൾ എന്നൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചു പോവാം. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തരല്ല, നിങ്ങൾക്ക് അവിടെ നിന്ന് ഇതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഇത് ഓരോ പോയിന്റ്സും ഇങ്ങനെ ഇതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരല്ല, ഞാൻ അവിടെ നിന്ന് തന്നെ നിങ്ങളെ പഠിപ്പിച്ച് വിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ പഠിച്ചു പോകാൻ പറ്റും. അപ്പോൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. അത് കണ്ട ശേഷമാണ് നിങ്ങൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ കാണാത്തവർ തീർച്ചയായും കാണുക. ഈ ക്ലാസ്സിന്റെ അവസാനം നമ്മൾ അതിന്റെ രണ്ട് പവർ ക്യാപ്സ്യൂളിന്റെ ക്ലാസ്സാണ് നിലവിലിട്ടുള്ളത്. ഇനി അടുത്ത ക്ലാസ് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ 2 വേഗം കണ്ടു തീർക്കുക, ഒപ്പം തന്നെ പോവാട്ടോ. ഓക്കെ, അതായത് പെൻഡിങ് വെക്കരുത്, അവസാനം എല്ലാം കണ്ടു തീർക്കുക അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഒപ്പം തന്നെ പോവുക. അതാകുമ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇടുന്ന ഈ റിവിഷൻ ടെസ്റ്റ് ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, ഒരുപാട് പേർക്ക് റിവിഷനും ആവട്ടോ, പഠിച്ചതാണെന്ന് പറഞ്ഞ് വിട്ട് കളയരുത്. ഒരു റിവിഷനായിട്ടും ഇതിനെ കണ്ടിട്ട് റിവിഷൻ ചെയ്തിട്ടായാലും കൂടി അങ്ങനെ പോവുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് മോക്ക് ടെസ്റ്റ് ഉള്ളത് അഞ്ചുതെങ്ങ്, ആറ്റിങ്ങൽ, പഴശ്ശി കലാപങ്ങൾ. ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. നമ്മൾ പവർ ക്യാപ്സ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്, പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അതിൽ നിന്നും ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏത്? ചോദ്യം ശ്രദ്ധിച്ചു വായിച്ചു നോക്ക്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏത്? അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, പഴശ്ശി കലാപം, കുറിച്യ കലാപം. ഓക്കെ, ഇതിന്റെ വർഷങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഞാൻ ഇപ്പൊ പറയുന്നില്ല കേട്ടോ, എനിക്ക് ഇത് കണക്ട് ചെയ്ത് പറയാൻ തോന്നും. ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വരാം. അപ്പൊ ഇതിൽ ഏതാണ് അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, പിന്നെ ഏതാണ് പഴശ്ശി കലാപം, കുറിച്യ കലാപം? ഇതിൽ ഏതാണ് ആദ്യം നടന്നത്? വർഷങ്ങൾ അറിയെങ്കിൽ നിങ്ങൾക്ക് കിട്ടും അല്ലേ. ആദ്യം നടന്നത് ഏതാണ്? ആദ്യം നടന്നത് അഞ്ചുതെങ്ങ് കലാപമാണ്. ഓക്കെ, അഞ്ചുതെങ്ങ് കലാപം അല്ലേ ആദ്യം നടന്നത്. അപ്പൊ ആദ്യം നടന്നത് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? അഞ്ചുതെങ്ങ് കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏതെന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ടിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ,
ഇനി അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയത് ആര്? അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകിയത് ആരാണ്? മാർത്താണ്ഡവർമ്മ, ആദിത്യവർമ്മ, ആറ്റിങ്ങൽ റാണി, റാണി ഗൗരി പാർവതിബായി. ഇതിലാരാണ് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകിയത്? അറിയാലേ, അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയത് ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ ഉമയമ്മ റാണിയാണ്. അഞ്ചുതെങ്ങിൽ ഫാക്ടറി പണിയാനും കോട്ട പണിയാനും ഒക്കെ അനുമതി നൽകിയത് ആരാണ്? ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ ഉമയമ്മ റാണി. ഓക്കെ, അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ അഞ്ചുതെങ്ങ് കലാപവുമായി ബന്ധപ്പെട്ട വർഷങ്ങളിൽ തെറ്റായത് കണ്ടെത്തുക. ഫാക്ടറി പണിയാൻ അനുമതി എപ്പോഴാണ് ഫാക്ടറി പണിയാൻ അനുമതി നൽകിയത്? ഫാക്ടറി പണിയാൻ അനുമതി നൽകിയത് ഇത് ശരിയാണ്. അനുമതി നൽകിയത് 1684 അല്ലെ. കോട്ട പണിയാൻ അനുമതി എപ്പോഴാണ് കോട്ട പണിയാൻ അനുമതി നൽകിയത്? അനുമതി നൽകിയത് ആരാന്ന് നമ്മൾ പഠിച്ചു. ആരാണ് അനുമതി നൽകിയത്? ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ ഉമയമ്മ റാണിയാണ്. എപ്പോഴാണ് കോട്ട പണിയാൻ അനുമതി നൽകിയത്? 1690 കോട്ട പണി കഴിപ്പിച്ചത് എപ്പോഴാണ്? 1697 കൊടുത്തിട്ടുള്ളത്. എന്താണ് 1697 കോട്ട പണി കഴിപ്പിച്ചത്? പിന്നെ കൊടുത്തിട്ടുള്ളത് എന്താ? കലാപം നടന്നത് 1697. ഇത് ശരിയാണ്. അപ്പൊ ഇതിൽ തെറ്റ് ഏതാണ്? ഇതാണ് തെറ്റ്. ഓക്കെ, കോട്ട പണി കഴിപ്പിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1695. ഓക്കെ, ഈ വർഷങ്ങൾ പഠിച്ചു വെക്കണം. അതായത് 1684 ഫാക്ടറി പണിയാനുള്ള അനുമതി നൽകിയത്. കോട്ട പണിയാനുള്ള അനുമതി നൽകിയത് 1690. 1695 കോട്ടയുടെ പണി കഴിഞ്ഞത്. ഓക്കെ, 1695. 1697 എന്ത് നടന്നത്? അഞ്ചുതെങ്ങ് കലാപം നടന്നത്. ഓക്കെ, അപ്പൊ അതുവരെ ക്ലിയർ അല്ലേ? കലാപം നടന്നത് 1697. 1697. ഓക്കെ, അടുത്ത് നോക്കാം. ഇതുവരെ കിട്ടിയോ? ഓക്കെ, ശരിയായത് എത്രണ്ണം നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കട്ടോ. നിങ്ങൾക്ക് എത്രണ്ണം ശരിയായതെന്ന് നിങ്ങൾക്ക് അറിയണം. ഓക്കെ, ചിലപ്പോൾ എല്ലാവർക്കും എല്ലാതും ശരിയായിട്ടുണ്ട്. എല്ലാവർക്കും അല്ല, കാണുന്ന പലർക്കും എല്ലാതും ശരിയായിട്ടുണ്ടാവും. ക്ലാസ് കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് പറയാം നിങ്ങൾക്കിത് ശരിയായിട്ടുണ്ടാവും. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം. അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, പഴശ്ശി കലാപം, മലബാർ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം. ഇതിൽ നമ്മൾ എങ്ങോട്ടോ സംഘടിച്ച് കുളിക്കാൻ പോകുന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പലർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഞാൻ ആൻസർ കണക്ട് ചെയ്ത് തരാം. എങ്ങനെയാണ് നമ്മൾ സംഘടിച്ച് കുളിക്കാൻ പോവുക? ഓക്കെ, അഞ്ചുതെങ്ങിൽ തെങ്ങിന്റെ മേലെ നിന്ന് കുളിക്കൂല. പിന്നെ എവിടെയാണ്? ആറ്റിങ്ങൽ. ഓക്കെ, ആറ്റി. ഓക്കെ, ഇതെന്താണ്? ആറ്റിനെ ആറുമായിട്ട് കണക്ട് ചെയ്യണം. ആറ്റിലേക്ക് കുളിക്കാൻ പോവാണ് അല്ലേ? ആറ്റിലേക്ക് കുളിക്കാൻ പോവാണ്. ആറ്റിലേക്ക് സംഘടിച്ച് നമ്മൾ കുളിക്കാൻ പോവാണ്. അപ്പൊ ആറ്റിലേക്ക് ഓക്കെ കണക്ട് ചെയ്യാം. ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം. ഓക്കെ, സംഘടിത കലാപം, ആറ്റിങ്ങൽ കലാപം. വർഷം ഇപ്പൊ പറയണില്ല, ചിലപ്പോൾ ചോദ്യം വരും. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എപ്പോഴാണ്? ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എപ്പോഴാണ്? 1697, 1719, 1721, 1723. ഇതിൽ എപ്പോഴാണ് ആറ്റിങ്ങൽ കലാപം നടന്നത്? ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എപ്പോഴാണ്? 1721 അല്ലെ. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നത്. 1721 ഏപ്രിൽ 15. ഓക്കെ, 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നത്. അപ്പൊ ഏതൊക്കെ വർഷങ്ങൾ ഇപ്പൊ കിട്ടി? അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ, അത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പറയാട്ടോ, ഞാൻ ഇപ്പൊ വരാം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. ഓക്കെ, പിന്നെ ഈ ഫോണ്ടിന് ഒരു കുഴപ്പമുണ്ട് കേട്ടോ. അതിൽ ഇസ്താന്നുള്ള, അതായത് നമ്മൾ ഇസ്താന്ന് എഴുതുന്ന അക്ഷരങ്ങളൊക്കെ ഇസ്റ്റാന്ന വരിക. അതായത് ഈ സാധനം, ഇത് ഫോണ്ടിന്റെ കുഴപ്പമാണ്. ഇസ്താന്ന് എഴുതുന്നൊക്കെ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇതാണ് കേട്ടോ ശരി. ഇത് കാണുന്നതൊക്കെ തെറ്റാണ്. ഇശ്ശല്ല, ഉദ്യോഗസ്ഥനാണ്, ഉദ്യോഗസ്ഥൻ. അപ്പൊ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ നമ്മൾ പഠിച്ചതാണല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദ്യം വരാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിലനോയ്, TH ബാബർ, തോമസ് വാർഡൻ, ഗിഫോർഡ്. ഇതിൽ ആരാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ? ഈ പേരുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. പേരുകളൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ വരാം. അപ്പൊ ഇതിലെന്താണ് ഉത്തരം? ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? അത് ഗിഫോർഡ് ആണ് അല്ലെ. ഗിഫോർഡ് ആണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. ശരിയായല്ലോ. അടുത്തത് നോക്കാം. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടി വർഷം അറിഞ്ഞാൽ കിട്ടും. ആ ഉടമ്പടി ഏത് വർഷമാണെന്ന് അറിഞ്ഞാൽ കിട്ടും, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും. ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി, വേണാട് ഉടമ്പടി, മലബാർ ഉടമ്പടി, കണ്ണൂർ ഉടമ്പടി. ഇതിൽ ഏതാണ് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടി? ഏതാണ്? വേണാട് ഉടമ്പടിയാണ് അല്ലെ. വേണാട് ഉടമ്പടിയാണ് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടി. ഏതാണ്? വേണാട് ഉടമ്പടി. ഇനി ഇപ്പൊ ഈ ഉത്തരം കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഈ രണ്ടാമത്തെ റൗണ്ട് വരുമ്പോൾ ഈ ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആവും. ആ ഒരു ഉറപ്പ് ഞാൻ തരാം. ഓക്കെ,
താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ, ഇത് കണ്ടോ പ്രശ്നാന്ന് കൊടുത്തിരിക്കുന്നത് പ്രസ്താവനകളെ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് മാത്രം തിരഞ്ഞെടുക്കുക. നോക്ക്, ഗിഫോർഡ് ഉൾപ്പെടെ 141 ആളുകളാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ടത്. ഗിഫോർഡ് ഉൾപ്പെടെ 141 ആളുകളാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ടത്. കലാപത്തിന് നേതൃത്വം നൽകിയത് മാർത്താണ്ഡവർമ്മയായിരുന്നു. കലാപത്തിന് നേതൃത്വം നൽകിയത് മാർത്താണ്ഡവർമ്മയായിരുന്നു. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1723 ഓക്കെ. ഗിഫോർഡ് ഉൾപ്പെടെ 141 ആളുകളാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ടത്. ഇതെന്താണ്? ശരിയാണ്. ഓക്കെ, അപ്പൊ ഇത് ശരിയാണ്. പിന്നെ എന്താണ്? കലാപത്തിന് നേതൃത്വം നൽകിയത് മാർത്താണ്ഡവർമ്മയായിരുന്നു. കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണോ ആറ്റിങ്ങൽ കലാപത്തിന് നേതൃത്വം നൽകിയത്? അല്ല. ഓക്കെ, കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ആറ്റിങ്ങൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ആറ്റിങ്ങൽ കലാപത്തിന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആറ്റിങ്ങൽ കലാപത്തിന് നേതൃത്വം നൽകിയ ഒരു വിഭാഗം, അതായത് 8 വീട്ടിൽ പിള്ളമാരാണ്. ഈ 8 വീട്ടിൽ പിള്ളമാരുടെ നേതാവ് ഞാൻ ഇപ്പൊ പറയണില്ല. ഓക്കെ, 8 വീട്ടിൽ പിള്ളമാരാണ് നേതൃത്വം നൽകിയത്. അപ്പൊ ഇതെന്താണ്? ഇത് തെറ്റാണ്. പിന്നെ വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1723 അല്ലെ. 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. 1721 ആറ്റിങ്ങൽ കലാപം. ഈ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഓക്കെ, അപ്പൊ ഇതിലെ ഏതാണ് ശരി? 1 ശരിയാണ്. ഏതാണ്? 3 ശരിയാണ്. 1 3 ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഗിഫോർഡ് ഉൾപ്പെടെ 141 ആളുകളാണ് ഉണ്ടായിരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് വരും ഗിഫോർഡ് ഉൾപ്പെടെ 140 ആളുകളാണ് ഉണ്ടായിരുന്നത് പറഞ്ഞത് തെറ്റാണ് കേട്ടോ. 140 അല്ല, 141 അല്ലെങ്കിൽ എങ്ങനെ? ആ ചോദ്യത്തിനെ എപ്പോഴും ശ്രദ്ധിച്ചു വായിച്ചു. അതായത് ഇതിന്റെ എണ്ണം കൊടുക്കുന്നുണ്ടെങ്കിൽ ഗിഫോർഡ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഗിഫോർഡ് കൂടാതെ അങ്ങനെയൊക്കെ കറക്റ്റ് ആയിട്ട് അത് വായിച്ചിട്ട് ആൻസർ ചെയ്യണം. അതായത് നേതൃത്വം നൽകിയ ഗിഫോർഡ് അടക്കം, അതായത് ഗിഫോർഡ് ഉൾപ്പെടെ 141 എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അല്ല, അത് ശരിയാണ്. ഓക്കെ, ഗിഫോർഡ് ഉൾപ്പെടെ 141 എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇനി ഗിഫോർഡിനെ കൂടാതെ 141 എന്ന് പറഞ്ഞാൽ അതെന്താണ്? തെറ്റാണ്. ഗിഫോർഡിനെ കൂടാതെ, ഗിഫോർഡാണ് നേതൃത്വം നൽകിയത് അല്ലെ. 140 ആളുകളും പിന്നെ നേതാവായി ഗിഫോർഡ് എന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, 140 ആളുകളാണ് ഉണ്ടായിരുന്നത്. നേതാവായിട്ട് ആരുണ്ടായിരുന്നു? ഗിഫോർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ 141 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ 1 3 എന്താണ്? ശരിയാണ്. അടുത്ത ചോദ്യം നോക്കാം. 8 വീട്ടിൽ പിള്ളമാരുടെ നേതാവ് ആരായിരുന്നു? ഞാൻ പറഞ്ഞു ആറ്റിങ്ങൽ കലാപത്തിന് നേതൃത്വം നൽകിയത് 8 വീട്ടിൽ പിള്ളമാരാണ്. ഈ 8 വീട്ടിൽ പിള്ളമാരുടെ നേതാവ് ആരാണ്? ഇതിലാരാണ്? അയ്യപ്പൻ പിള്ള, കുടമൻ പിള്ള, മാർത്താണ്ഡ പിള്ള, നാരായണ പിള്ള. ഇതിൽ ആരാണ് 8 വീട്ടിൽ പിള്ളമാരുടെ നേതാവ്? നമ്മുടെ ക്ലാസ് കണ്ടവർക്ക് ഇപ്പൊ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. എന്താണ് 8 വീട്ടിൽ പിള്ളമാരുടെ നേതാവ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? കുടമൻ പിള്ളയാണ് അല്ലെ. കുടമൻ പിള്ള 8 വീട്ടിൽ പിള്ളമാരുടെ നേതാവാണ് കുടമൻ പിള്ള. അടുത്തത് നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായതാണ്. 1793 മുതൽ 1797 വരെയാണ് 1-ാം പഴശ്ശി കലാപം നടന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പഴശ്ശി കലാപങ്ങളിൽ 2 ഘട്ടങ്ങളിലായിട്ടാണ് അല്ലെ, 2 കാലഘട്ടങ്ങളിലായിട്ടാണ് നടന്നിട്ടുള്ളത്. 93 മുതൽ 97 വരെ 1-ാം പഴശ്ശി കലാപം, 2-ാം പഴശ്ശി കലാപം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പൊ പറഞ്ഞ ചിലപ്പോൾ അത് ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിലോ. ഓക്കെ, ക്വസ്റ്റ്യൻ വരുന്നില്ല, ഞാൻ ആ ക്വസ്റ്റ്യൻ ഇട്ടത് 1800 മുതൽ 1805 വരെ കേട്ടോ. 1800 മുതൽ 1805 വരെ, 1800 മുതൽ 1805 വരെയാണ് 2-ാം പഴശ്ശി കലാപം നടന്നത്. അപ്പൊ അത് പഠിച്ചു വെച്ചു. ഓക്കെ, അപ്പൊ 1793 മുതൽ 1797 വരെയാണ് 1-ാം പഴശ്ശി കലാപം നടന്നതെന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ഇതിൽ ചോദിച്ചിട്ടുള്ളത് തെറ്റായത് കണ്ടെത്താനാണ്. ഓക്കെ, അപ്പൊ ഇത് ശരിയാണെന്ന് കിട്ടി. കട്ട് ചെയ്തോ. ഇതിന് രണ്ടിന് ഇത് 3 കട്ട് ചെയ്ത് കളയാം. ഓക്കെ, എല്ലാം തെറ്റ്. ഇതിലെല്ലാം തെറ്റെന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെ കട്ട് ചെയ്യാം? ഇത് കട്ട് ചെയ്യാം, കാരണം 1 ശരിയാണ്, ഇത് ശരിയാണ്. ഇതിൽ തെറ്റായ പ്രസ്താവനകൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ 1 3 ഇത് 2ഉം പോയി. ഓക്കെ, ഇനി ഏതാണ് ആൻസർ വരാൻ സാധ്യത ഉള്ളത്? അതായത് ഇത് ശരിയാണല്ലോ, അപ്പൊ എല്ലാം തെറ്റ് വരില്ലല്ലോ. അതായത് ഇത് ശരിയാണ്, അപ്പൊ എല്ലാം തെറ്റും വരില്ല. കറക്റ്റ് ആണ്. അപ്പൊ ആൻസർ ഏത് കിട്ടും? ബി കിട്ടും. അങ്ങനെ തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ചെയ്തത് മനസ്സിലായല്ലോ. അതായത് ഇതിന്റെ ആൻസർ ഇത് ശരിയാണെന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് തെറ്റായതാണ്. തെറ്റായതാണോ ശരിയാണോ ചോദിച്ചിട്ടുള്ളത് എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ ചോദിച്ചിട്ടുള്ളത് തെറ്റായതാണ്. അതായത് 1793 മുതൽ 97 വരെയാണ് 1-ാം പഴശ്ശി കലാപം. അത് ശരിയാണെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പൊ ഇവിടെ ഒരു ശരി ഇട്ട് വെക്കുക. ഇവിടെ ചോദിച്ചിട്ടുള്ളത് തെറ്റായതാണ്. അപ്പൊ ഈ 1 ഈ ഓപ്ഷൻ എന്താണ്? ഇത് പോയി. കാരണം എന്താണ്? ഇത് ശരിയാണ്. ശരി ഇതിൽ വരില്ല, തെറ്റായതല്ലേ ചോദിച്ചിട്ടുള്ളത്. ഇത് 1 3 ഇതും എന്താണ്? ഇതും പോയി. അതിലും 1 ഉണ്ട്. പിന്നെ എല്ലാം തെറ്റി എന്ന് പറയുമ്പോഴും അതിലും 1 വരുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ കട്ട് ചെയ്ത് പോയി. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി. ബാക്കി പോയിന്റ്സ് വായിക്കാതെ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി. ഏതാണ്? 2 3 ആണ് തെറ്റ്. 1-ാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു വയനാട്. ആണോ? 1-ാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം അല്ല. 1-ാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം പുരളിമലയാണ് അല്ലെ. പുരളിമല. ഓക്കെ, 1-ാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം ചോദിച്ചാൽ അത് പുരളിമലയാണ്.
ഒന്നാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആയിരുന്നു TH ബാബർ. ഓക്കെ, ഇത് മിക്കവാറും നിങ്ങൾ തെറ്റിച്ച് കളയും. ഇത് കറക്റ്റ് ആണ്, നമ്മൾ പഠിച്ചതാണ് അല്ലേ. പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടറാണ് TH ബാബർ. ഇവിടെ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചു വായിക്ക്. ഒന്നാം പഴശ്ശി കലാപ സമയത്തെ എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എന്താണ് പഠിച്ചത്? രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടറാണ്. രണ്ടാം പഴശ്ശി കലാപ സമയത്ത് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നത് എന്താണ്? ഇത് തെറ്റാണ്. ഒന്നാം പഴശ്ശി കലാപ സമയത്ത് അല്ല. ഇങ്ങനെയാണ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുക. ശരിയായിട്ടുള്ള എക്സാക്ട് ആയിട്ടുള്ള ഒരു സാധനം അവിടെ തരും. അതായത് TH ബാബർ തലശ്ശേരി സബ് കളക്ടർ ആണെന്ന് കോഡൊക്കെ വെച്ച് ഞാൻ പഠിപ്പിച്ചെന്നാണ് അല്ലേ. തലയിൽ മുടിയുണ്ട്, മുടി വെട്ടാൻ ബാർബർ വേണം. അപ്പൊ തലശ്ശേരി സബ് കളക്ടർ എന്ന് ചോദ്യം വന്നാൽ തല ബാർബർ കണക്ട് ചെയ്യുക. അപ്പൊ TH ബാബർ ആണ്, തോമസ് ഹാർവേ ബാബർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ അത് ശരിയാണ്. കാരണം ഇവിടെ ചോദ്യം എന്താണ്? തലശ്ശേരി സബ് കളക്ടർ, അതായത് പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ. അത്ര വരെ ശരിയാണ്, പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ. പക്ഷെ ഇവിടെ എക്സാക്ട് ആയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? ഒന്നാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? അത് തെറ്റാണ് അല്ലേ. ഒന്നാം പഴശ്ശി കലാപ സമയത്തല്ല. എന്താണ്? രണ്ടാം പഴശ്ശി കലാപ സമയത്താണ് ആര്? TH ബാബർ തലശ്ശേരി സബ് കളക്ടർ. അപ്പൊ ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം പുരളിമലയാണ് അല്ലെ. പുരളിമല, പുരളി ശെമ്മൻ എന്നറിയപ്പെടുന്നത് ആരെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പുരളി ശെമ്മൻ ആരാണ്? പഴശ്ശിരാജയാണ് അല്ലെ. പുരളി ശെമ്മൻ എന്നറിയപ്പെടുന്നത്. ഈ പുരളിമല എവിടെയാണ്? അപ്പൊ നമുക്ക് ഡൗട്ട് ഉണ്ടാവും, വയനാടല്ലേ പുരളിമല എന്ന് ഡൗട്ട് ഉണ്ടാവും. അല്ലാട്ടോ, വയനാട് എന്താണ്? രണ്ടാം പഴശ്ശി കലാപം നടന്നതാണ് വയനാട്. ഓക്കെ, വയനാട് പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതിനെ തുടർന്നൊക്കെ ഉണ്ടായതാണ് രണ്ടാം പഴശ്ശി കലാപം. ആൻസർ പറഞ്ഞു അറിയില്ല, നോക്കാം. അപ്പൊ അടുത്തതിന്റെ ആൻസർ ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാന്ന് വെച്ചാൽ പുരളിമല. ഈ പുരളിമല എവിടെയാണ്? കണ്ണൂരാണ് പുരളിമല. കണ്ണൂരാണ് പുരളിമല. ഓക്കെ, പക്ഷെ പഴശ്ശിരാജയുടെ രാജവംശം ചോദിച്ചാൽ അത് കോട്ടയം രാജവംശമാണ്. കോട്ടയം ജില്ലയല്ല, കോട്ടയം രാജവംശം. കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഏതൊക്കെ പഠിക്കാണ്ട്? കണ്ണൂര് എന്നത് പഠിക്കാണ്ട്. ഒക്കെ കൺഫ്യൂഷൻ ആയി പോരുത്, അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നത്. കണ്ണൂർ എന്താണ്? ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രമായ പുരളിമല കണ്ണൂരാണ് അല്ലെ. കണ്ണൂരാണ് പുരളിമല. രണ്ടാം പഴശ്ശി കലാപം വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പിന്നെ മൂന്നാമത് എന്താ നമ്മൾ പഠിച്ചത്? പഴശ്ശിരാജയുടെ രാജവംശമാണ് കോട്ടയം രാജവംശം. ഓക്കെ, അപ്പൊ ഇതിൽ ആൻസർ ഏതാണ് കിട്ടി? 2ഉം 3ഉമാണ് തെറ്റായിട്ടുള്ളത്. ഇതെന്താണ്? ശരിയാണ്. ഓക്കെ, അപ്പൊ പ്രധാന കേന്ദ്രം പുരളിമലയാണെന്നും പഠിക്കണം. TH ബാബർ രണ്ടാം പഴശ്ശി കലാപ സമയത്താണെന്നും പഠിക്കണം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം എന്ത്? ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന്, കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതിനെ തുടർന്ന്, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം, ഇവയൊന്നുമല്ല. ഇതിലേതാണ് ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം? ഒന്നാം പഴശ്ശി കലാപം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സാക്ട് ആയിട്ട് ഞാൻ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാം പഴശ്ശി കലാപം ഇങ്ങനെ ചോദ്യം വരും, രണ്ടാം പഴശ്ശി കലാപം ഇങ്ങനെയും ചോദ്യം വരും. ഞാൻ പ്രത്യേകം അവിടെ എടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ക്ലാസ് കണ്ടവർക്ക് അത് കിട്ടിയിട്ടുണ്ടാവും. കാരണം എന്താണ്? ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. അതാണ് ഒന്നാം പഴശ്ശി കലാപം. രണ്ടാമതാണ് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായത് അല്ലെ. അത് രണ്ടാം പഴശ്ശി കലാപമാണ്. അപ്പൊ ഇതെന്താണ്? ഓപ്ഷൻ എയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. പഴശ്ശി കലാപത്തിന് ഒരു കാരണമായിരുന്നു ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന്. അപ്പൊ വേഗം പോയി ആൻസർ ചെയ്യും. ഈ ഓപ്ഷൻ എയിൽ കൊടുക്കുന്നത് എപ്പോഴും നമ്മളെ കുഴപ്പിക്കാനുള്ള സാധനങ്ങളാണ്, നമ്മളെ പറ്റിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. നമ്മൾ വേഗം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ എ കണ്ടോ, നമുക്കൊരു പോസിറ്റിവിറ്റി ഉള്ളിൽ കയറും. ആ ആൻസർ കിട്ടി, കറക്റ്റ് ആയിട്ട് ഇപ്പൊ തന്നെ ആൻസർ കിട്ടി എന്നുള്ളൊരു പോസിറ്റിവിറ്റി ഉള്ളിൽ കയറും. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഓപ്ഷൻസും വായിക്കാതെ ആൻസർ ചെയ്യരുത്. ആദ്യത്തെ ഓപ്ഷൻ കണ്ടത് ആൻസർ ചെയ്യാൻ പോയാൽ തെറ്റും. ഓക്കെ, തെറ്റാൻ സാധ്യത അത്രയും കൂടുതലാണ്. കാരണം ആദ്യത്തെ ഓപ്ഷനിലാണ് നിങ്ങൾ അടിപൊളിയായിട്ട് പറ്റിക്കാൻ പറ്റുക. ഓക്കെ, അപ്പൊ എന്താണ്? ഇത് രണ്ടാം പഴശ്ശി കലാപത്തിന്റെ കാരണമാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. പിന്നെ കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്, അത് അഞ്ചുതെങ്ങ് കലാപത്തിന്റെ കാരണമാണ്. പഠിക്കാം, ഞാൻ ഇപ്പൊ വരാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആര്? ഞാൻ അത് കോഡ് വെച്ചിട്ട് അത് അവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞുതരാം. ക്യാപ്റ്റൻ ഡിലനോയ്, ക്യാപ്റ്റൻ ഡിലനോയ്, ക്യാപ്റ്റൻ ഡിലനോയ്, മാസ്റ്റർ റാൽഫിച്ച്, അൽവാരോ വെൻഹോ, ആർത്തർ വെല്ലസ്ലി. ഇനി ഈ ചോദ്യം ഒന്ന് വായിച്ചു നോക്ക്. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ, വെല്ലിംഗ്ടൺ ഇത് വെച്ചിട്ട് ആരെങ്കിലും ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ വെല്ല വെച്ചിട്ട് കിട്ടിയില്ലേ? ഉത്തരം കിട്ടിയില്ലേ? ഇതാണ് ആൻസർ. ആർത്തർ വെല്ലസ്ലി. ആർത്തർ വെല്ലസ്ലി ആണ് ആൻസർ. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നത് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ആർത്തർ വെല്ലസ്ലി ആണ്. ആർത്തർ വെല്ലസ്ലി ആരാണ്? രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപനാണ് ആർത്തർ വെല്ലസ്ലി. പഠിക്കാം, അടുത്ത നോക്കാം. രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആര്? ആരാണ്? രാമൻ നമ്പി
തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ. ഞാൻ പറഞ്ഞു ഓപ്ഷൻ എ വായിച്ചിട്ട് ഒരിക്കലും ആൻസർ ചെയ്യാൻ പോകരുത്. ഓക്കെ, ഇപ്പൊ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, ചിലർക്ക് അത് തെറ്റിയിട്ടുണ്ടാവും. കാരണം ആൻസർ എന്താണ്? രാമനമ്പി അല്ല. രാമനമ്പി എന്താണ്? കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയതാണ്. ഇവിടെ എന്താ ചോദ്യം? രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ചോദിച്ചാൽ അത് തലക്കൽ ചന്തു ആണ്. സ്പീഡിൽ ആൻസർ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് കുറിച്യരുമായി കണക്റ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ വേഗം പോയിട്ട് എന്താ ആൻസർ ചെയ്യും? രാമനമ്പി ആൻസർ ചെയ്യും. ഓക്കെ, രാമനമ്പി എന്താണ്? കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയതാണ്. തലക്കൽ ചന്തുവാണ് രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ്. ഇനി ചോദ്യം വരും, കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദ്യം വന്നാൽ വേഗം പോയിട്ട് തലക്കൽ ചന്തു ആൻസർ ചെയ്യും. അത് തെറ്റാണ്. ഓക്കെ, കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് രാമനമ്പിയാണ്. നമുക്ക് പഠിക്കാം. അടുത്തത് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായത് കണ്ടെത്തുക. ജോഡികൾ നോക്ക്. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് KKN കുറുപ്പ്. ഇത് തെറ്റിച്ചാൽ നിങ്ങൾ ഇപ്പൊ തന്നെ നിർത്തിപ്പോയിക്കോ, വേഗം പോയി ഇരുന്ന് പഠിച്ചോ. ഓക്കെ, ഇത് തെറ്റിച്ചാൽ പോയി. ഇതെന്താണ്? ഇത് തെറ്റാണ്. ഓക്കെ, അതായത് കേരള സിംഹം ഞാൻ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഭൂരിഭാഗം ക്ലാസ്സുകളിൽ ഞാൻ അത് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കേരള സിംഹം അത്രയും തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ചോദ്യമാണ് PSC യിൽ. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ചോദ്യമാണിത്. കേരള സിംഹം ഒന്നല്ലെങ്കിൽ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതെന്ന് ആര് ചോദിക്കും, അല്ലെങ്കിൽ കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരെന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കുക. കേരള സിംഹം ആരാണ്? KKN കുറുപ്പ് അല്ല. ആരാണ്? ഉത്തരം കിട്ടിയില്ലേ? ആരാണ്? സർദാർ KM പണിക്കരാണ്. ഇത് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയിരുന്ന് ഫുള്ള് പഠിച്ചോ, നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പോ കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കർ. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. ജോഡികളിൽ തെറ്റായത് കണ്ടെത്തുക. ഒരു തെറ്റ് കിട്ടി. ഓക്കെ, അപ്പൊ ഈ ഒന്നില്ലാത്തതൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇത് രണ്ടും കട്ട് ചെയ്ത് കളയാം. ഒന്നില്ല ഇതിൽ. ഓക്കെ, തെറ്റായതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇതിൽ രണ്ടിലും ഒന്നില്ല. പഴശ്ശി കൊല്ലപ്പെട്ടത് 1805 നവംബർ 30 ആണോ? 1805 നവംബർ 30-നാണോ പഴശ്ശിരാജ കൊല്ലപ്പെട്ടത്? അതെ, അത് ശരിയാണ്. പിന്നെ പഴശ്ശി സ്മാരകം സ്ഥിതിയാണ്, ഞാൻ പറഞ്ഞു സ്ഥിതി. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാവിലാന്തോട്. ഓക്കെ, വേഗം പോയിട്ട് ആൻസർ ചെയ്യും. അതെന്താണ്? തെറ്റാണ് കേട്ടോ, ശ്രദ്ധിച്ച് വായിക്കുക. മാവിലാന്തോട് എന്താണ്? പഴശ്ശി കൊല്ലപ്പെട്ടത് എവിടെ വെച്ചാന്ന് ചോദിച്ചാൽ എന്താണ്? മാവിലാന്തോടാണ്. ഓക്കെ, പഴശ്ശി സ്മാരകം എവിടെയെന്ന് ചോദിച്ചാൽ അത് മാനന്തവാടിയാണ്. അപ്പൊ ഇതും തെറ്റ്. അപ്പൊ രണ്ട് തെറ്റ് കിട്ടി. ഓക്കെ, 1ഉം 3ഉമാണ് തെറ്റ്. പിന്നെ പഴശ്ശി ഡാം എവിടെയാണ്? കണ്ണൂർ വളപട്ടണം പുഴ. ഇനി അത് വായിക്കേണ്ടി വന്നില്ല, നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ എന്താണ്? പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ വളപട്ടണം പുഴയാണ്. അത് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇതിൽ എന്തൊക്കെ പഠിക്കണം? കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് സർദാർ KM പണിക്കറാണ്. KKN കുറുപ്പ് എന്താണ്? ഇവിടെ എന്തിനാണ് ഇയാളുടെ പേര് കൊടുത്തിട്ടുള്ളത്? പഴശ്ശി സമരങ്ങൾ. അത് രചിച്ചത് ആരെന്ന് ചോദിച്ചാലാണ് KKN കുറുപ്പ്. ഇദ്ദേഹത്തിന്റെ പേര് ഇവിടെ കൊടുത്ത എന്തിനാണ്? KKN കുറുപ്പാണ്. പഴശ്ശി കുറുപ്പല്ല, കുറുപ്പ്. KKN കുറുപ്പാണ് പഴശ്ശി സമരങ്ങൾ രചിച്ചത്. ഇവിടെ എന്താണ്? കേരള സിംഹമാണ് ചോദിച്ചിട്ടുള്ളത്. അതാരാണ്? സർദാർ KM പണിക്കറാണ്. പഠിക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ കിട്ടിയല്ലോ, 1ഉം 3ഉമാണ്. അതായത് 1805 നവംബർ 30-നാണ് പഴശ്ശി കൊല്ലപ്പെട്ടത്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയാണ്. മാവിലാന്തോട് വെച്ചിട്ട് പഴശ്ശിരാജ കൊല്ലപ്പെട്ടതാണ്. അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കുക. സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയാണ്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ വളപട്ടണം പുഴ. ഓക്കെ, പഴശ്ശി മ്യൂസിയം എവിടെയാണ്? ഈസ്റ്റ് ഹിൽ കോഴിക്കോട്. ഓക്കെ, ഈസ്റ്റ് ഹിൽ കോഴിക്കോടാണ് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് നോക്കാം. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം താഴെ കൊടുത്തിരിക്കുന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഇതിൽ ഏതാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക? പുന്നപ്ര വയലാർ സമരം, മലയാളി മെമ്മോറിയൽ, കുറിച്യ കലാപം, മലബാർ കലാപം. ഇതിൽ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം. ഇതിൽ ഇതൊക്കെ നമുക്ക് പഠിക്കാണ്ട്. പുന്നപ്ര വയലാർ സമരം എന്താണ് അതിന്റെ മുദ്രാവാക്യം? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാലാണ് പുന്നപ്ര വയലാർ സമരം. മലയാളി മെമ്മോറിയൽ, തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ മലയാളി മെമ്മോറിയൽ. ഇവിടെ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഇനി ഓരോന്നുമായിട്ട് ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞു തരട്ടെ. ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടെ വരാം. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാണ്ട് നല്ലൊരു റിവിഷനിലേക്ക് കിടക്കാം കേട്ടോ. നമുക്ക് ഇതായിരുന്നു ആദ്യത്തെ ചോദ്യം. പഠിക്കാം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപമാണ് ഏത്? അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം പഠിച്ചോ? ഇത് വർഷമായിട്ട് ചോദ്യം വരാറുണ്ട്. 1697-ലാണ് അഞ്ചുതെങ്ങ് കലാപം നടന്നത്. കലാപത്തിന്റെ കാരണം എന്താണ്? അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം എന്താന്ന് ചോദ്യം വരാറുണ്ട്. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതാണ്. അതാണ് പ്രധാന കാരണം. കാരണങ്ങൾ കുറെ ഉണ്ട്, ഞാൻ കഥയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അഞ്ചുതെങ്ങിൽ അവർ കോട്ട വന്ന് പണിയാണ്. അപ്പൊ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ്. അപ്പൊ നാട്ടുകാർക്ക് ഇതൊന്നും അത്ര ദഹിക്കില്ല.
ജയിക്കണില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ക്ലാസ് കാണുക, പവർ ക്യാപ്സ്യൂൾ കണ്ടാൽ നിങ്ങൾക്ക് സമയം എടുത്ത് തന്നെ നല്ല ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് നല്ലൊരു റിവിഷനിലൂടെ വേഗം പോകട്ടോ. ഓക്കെ, അപ്പൊ 1697 എന്തുണ്ടായത്? അഞ്ചുതെങ്ങ് കലാപം ഉണ്ടായത്. അതിന് മുമ്പ് കുറച്ച് വർഷങ്ങൾ അഞ്ചുതെങ്ങുമായി ബന്ധപ്പെട്ട് പഠിക്കാണ്ട്. ഒന്ന് 1684 നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, എന്താണ് അവിടെ ഫാക്ടറി പണിയാനാണ് ഉമയമ്മ റാണി, ആറ്റിങ്ങൽ റാണി അനുമതി നൽകിയത് 1684. 1690 എന്ത് നൽകിയത്? 1690 കോട്ട പണിയാനുള്ള അനുമതി നൽകിയത്. അപ്പൊ ഇതൊന്നും ഈ നാട്ടുകാർക്ക് പറ്റുന്നില്ല. അപ്പൊ ഇതൊക്കെ ഒരു കാരണമാണ് കേട്ടോ. ഓക്കെ, ഇനി 1695 കോട്ട പണിയുന്നത്. 1695 കോട്ട പണി കഴിപ്പിച്ചത്. 1697 എന്ത് നടന്നത്? അഞ്ചുതെങ്ങ് കലാപം നടന്നത്. എപ്പോഴാണ്? 1697. ഇത്രയും വർഷങ്ങൾ കിട്ടിയോ? ഓക്കെ, അപ്പൊ 84, 90, 95, 97 ഇതെന്താണ്? ഫാക്ടറി പണിയാൻ അനുമതി നൽകി, കോട്ട പണിയാൻ അനുമതി നൽകി, കോട്ട പണി കഴിപ്പിച്ചു, കലാപം നടന്നു. ഓക്കെ, അറ്റാക്ക് ഉണ്ടായത് 1697. അപ്പൊ ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചു നോക്ക്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏതാന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപമാണ്. കൺഫ്യൂഷൻ വരരുത്. ആദ്യ സംഘടിത കലാപം എടുത്തു ചോദിച്ചാൽ മാത്രമേ ആറ്റിങ്ങൽ കലാപം ഉത്തരം വരുള്ളൂ. ഓക്കെ, നേരെ പോയിട്ട് ഉത്തരം ആറ്റിങ്ങൽ കലാപം കൊടുക്കരുത്. ഓക്കെ, അഞ്ചുതെങ്ങ് കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം. ഇനി അവിടെ ചോദ്യം വരും, ഇതിന് അനുമതി നൽകിയത് ആരെന്ന് ചോദ്യം വരും. എപ്പോഴും വരാറുണ്ട്. ആറ്റിങ്ങൽ ഉമയമ്മ റാണിയാണ്. അതായത് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകിയത് ആരാണ്? ആറ്റിങ്ങൽ ഉമയമ്മ റാണിയാണ്. ഓക്കെ, അപ്പൊ അത് പഠിച്ചു. അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയത് ആരാണ്? ആറ്റിങ്ങൽ ഉമയമ്മ റാണി. ആരാണ് ഈ മാർത്താണ്ഡവർമ്മ? മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ, ആധുനിക അശോകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് അല്ലെ, മാർത്താണ്ഡവർമ്മയാണ്. ഈ മാർത്താണ്ഡവർമ്മയാണ് നമ്മൾ നേരത്തെ പഠിച്ച വേണാട് ഉടമ്പടി ഇല്ലേ, അതായത് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഈ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച വ്യക്തിയാണ് മാർത്താണ്ഡവർമ്മ. എന്ത് പേരിലാണ് ഒപ്പുവെച്ചത്? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിലാണ് മാർത്താണ്ഡവർമ്മ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. അപ്പൊ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏതാന്ന് ചോദിച്ചാൽ അത് വേണാട് ഉടമ്പടിയാണ്. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മ. അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്ത് നിന്നും ഒപ്പുവെച്ചത് ആരാണ്? അത് അലക്സാണ്ടർ ഓം. ആരാണ്? അലക്സാണ്ടർ ഓം ആണ് കേട്ടോ, അലക്സാണ്ടർ ഓം ആണ്. ഓക്കെ, അപ്പൊ മാർത്താണ്ഡവർമ്മ സ്വയം വിശേഷിപ്പിച്ചത് എന്താണ്? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ. ചോദ്യം വരും, നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദ്യം വന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ചത് ആരാന്ന് ചോദിച്ചാലും മാർത്താണ്ഡവർമ്മ. ഇനി ആദിത്യവർമ്മ ആരാണ്? ആദിത്യവർമ്മ ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് ഭരണാധികാരിയാണ്. ആദിത്യവർമ്മ ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് ഭരണാധികാരി ആരാണ്? ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് ഭരണാധികാരി ആദിത്യവർമ്മ. അപ്പൊ അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയത് ആറ്റിങ്ങൽ റാണി. മാർത്താണ്ഡവർമ്മയാണ് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. എന്നാൽ ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് ഭരണാധികാരിയാണ് ആദിത്യവർമ്മ. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കാം. അവിടെ റാണി ഗൗരി പാർവതിബായി ഉണ്ടല്ലോ. ഗൗരി പാർവതിബായി എന്താണ്? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി അല്ലെ. പ്രൈമറി വിദ്യാഭ്യാസം ഇങ്ങനെ കണക്ട് ചെയ്താൽ മതിയെ. ഇത് രണ്ടും വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യുക. ഇത് കണ്ടോ, PAR പാർവതി, പിന്നെ PR പ്രൈമറി, അത് വെച്ചിട്ട് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, കിട്ടുമല്ലോ. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. PR വെച്ചിട്ട് കണക്ട് ചെയ്യുക. പാർവതി പ്രൈമറി, പാർവതി പ്രൈമറി, പാർവതി പ്രൈമറി. ഓക്കെ, അപ്പൊ അത് പഠിക്കാം. താഴെ കൂടെ ഇട്ടിരിക്കുന്നതിൽ അഞ്ചുതെങ്ങ് കലാപവുമായി ബന്ധപ്പെട്ട വർഷങ്ങളിൽ നമ്മളിപ്പോ വർഷങ്ങളൊക്കെ പഠിച്ചല്ലോ. ഇപ്പൊ ഇതിൽ തെറ്റായത് ഏതാന്ന് കിട്ടി? കോട്ട പണി കഴിപ്പിച്ചത് 1695. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, നേരത്തെ ആൻസർ ചെയ്തപ്പോൾ പലർക്കും കിട്ടിയിട്ടുണ്ടാവും. നല്ലൊരു റിവിഷനിലേക്ക് പോവാം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം നമ്മൾ പഠിച്ചു. സംഘടിച്ചിട്ടാണ് നമ്മൾ ആറ്റിലേക്ക് കുളിക്കാൻ പോവുക. ഒറ്റക്കാറ്റിലേക്ക് കുളിക്കാൻ പോവില്ല അല്ലെ, മുങ്ങിച്ചാവും. ഓക്കെ, അപ്പൊ സംഘടിച്ച് ആറ്റിലേക്ക് കുളിക്കാൻ പോകാന്ന് ആലോചിച്ച് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആറ്റിങ്ങൽ കലാപം കിട്ടും. സംഘടിച്ച് ആറ്റിലേക്ക് കുളിക്കാൻ പോവുക. ഓക്കെ, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം നമ്മൾ പഠിച്ചു 1721 ദിവസവും പഠിച്ചു. ഏപ്രിൽ 15 1721 ഏപ്രിൽ 15. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഗിഫോർഡ് ആണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. എന്തായിരുന്നു ആറ്റിങ്ങൽ കലാപം അല്ലെ? അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനൊക്കെ റാണി അനുമതി നൽകി. അപ്പൊ ഈ റാണിയുമായിട്ട് ബ്രിട്ടീഷുകാർ നല്ലോണം അടുക്കുകയാണ്. ഈ സമയത്ത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്? ഇടക്കിടക്ക് റാണിക്കുള്ള പാരിതോഷികങ്ങൾ അല്ലെങ്കിൽ സമ്മാനങ്ങളുമായിട്ട് ചെല്ലുകയാണ്. സമ്മാനങ്ങൾ റാണിക്ക് കൊടുക്കാൻ ചെല്ലുകയാണ്. ഇത് സ്വാഭാവികമായിട്ടും ആർക്കും ഇഷ്ടപ്പെടില്ല. നാട്ടുകാർക്ക് അത്രക്കണ്ട് ദഹിക്കില്ല. നാട്ടുകാർക്ക് ഇഷ്ടപ്പെടില്ല. നാട്ടുകാർ സ്വാഭാവികമായിട്ടും, അതായത് ഇതിന് നേതൃത്വം നൽകിയത് ആരാന്ന് നമ്മൾ പഠിച്ചു. 8 വീട്ടിൽ പിള്ളമാരാണ്. ഈ 8 വീട്ടിൽ പിള്ളമാർ
പിള്ളമാര് ബ്രിട്ടീഷുകാരോട് ചെന്ന് പറയാണ്, ഇനി റാണിക്കുള്ള പാരിതോഷികങ്ങൾ അല്ലെങ്കിൽ സമ്മാനങ്ങൾ നിങ്ങൾ നേരിട്ട് കൊടുക്കേണ്ടതില്ല, എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി, ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തോളാം എന്ന് ഇവരൊരു സൂചന നൽകി, ഒരു വാണിംഗ് നൽകി, ഇനി കൊണ്ടുപോയി കൊടുക്കരുത് എന്നുള്ളത്. പക്ഷെ ബ്രിട്ടീഷുകാർ ഇതൊന്നും വില കൊടുക്കില്ല. കാരണം എന്താ, അവിടുത്തെ നാട്ടുകാരെ പറഞ്ഞാൽ അത് എന്തെങ്കിലുമൊക്കെ പറയട്ടെ എന്ന് വിചാരിച്ചു ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്, പിന്നെയും റാണിക്കുള്ള സാധനങ്ങളുമായിട്ട് ഒരു മുമ്പിൽ ഗിഫോർഡും ഒരു 140 ആളുകളും ചെല്ലുകയാണ്. സ്വാഭാവികമായിട്ടും എന്തുണ്ടായി, കലാപം ഉണ്ടായി, ആറ്റിങ്ങൽ കലാപം. അതാണ് ആറ്റിങ്ങൽ കലാപം. അങ്ങനെ ഈ ആളുകളെ മൊത്തം വധിക്കുകയാണ്. വധിച്ച് ഇവരെല്ലാം എവിടേക്ക് എറിയാണ്, വാമനപുരം നദിയിലേക്ക് ഇവരുടെ എല്ലാം ജഡങ്ങളെ എറിയാണ്. അതും ഒരു എക്സ്ട്രാ പോയിന്റ് ആണ് കേട്ടോ, അതും പഠിച്ചു വെച്ചോ. അപ്പൊ എട്ടുവീട്ടിൽ പിള്ളമാരാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഈ എട്ടുവീട്ടിൽ പിള്ളമാരുടെ നേതാവാണ് കുടമൻ പിള്ള. ആരാണ്? കുടമൻ പിള്ള. ഓക്കെ, ആരാണ് ഈ ഡിലനോയ് ആരാണ്? നമ്മൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ച് പഠിക്കുമ്പോൾ എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണ് കുളച്ചൽ യുദ്ധം, അല്ലെ? ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. എപ്പോഴാണ്? 1741 കുളച്ചൽ യുദ്ധം നടന്നത്. 1741 കുളച്ചൽ യുദ്ധം. ഈ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരുടെ സൈന്യാധിപൻ, അല്ലെ? ഈ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ച് സൈന്യാധിപനായിരുന്നു ക്യാപ്റ്റൻ ഡിലനോയ്. ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ്. അത് നമ്മൾ പഠിച്ചു, ഗിഫോർഡ് ആണ്. ഇയാൾ എന്താണ്? ഡിലനോയ്, ക്യാപ്റ്റൻ ഡിലനോയ്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദ്യം വന്നാലും ക്യാപ്റ്റൻ ഡിലനോയ് ആണ്. ആരാണ്? ക്യാപ്റ്റൻ ഡിലനോയ് ആണ് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഡിലനോയ് കിട്ടുമല്ലോ. ഡിലനോയ് ആരാണ്? അതായത് കുളച്ചൽ യുദ്ധം, അല്ലെ? 1741 നടന്ന കുളച്ചൽ യുദ്ധം ഡച്ചുകാരുടെ പതനത്തിന് കാരണമായി. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം, അല്ലെ? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്നതാണ് കുളച്ചൽ യുദ്ധം. ഈ അതായത് ഈ യുദ്ധത്തിൽ എന്താ, ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ ഒരു യുദ്ധമാണിത്. കാരണം ഡച്ചുകാരെ ആര് തോൽപ്പിക്കുകയാണ്? മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ആര്? ഡിലനോയ് ആണ് അതിന് നേതൃത്വം നൽകിയത്. അതായത് ആരുടെ നേതാവ്, ആരുടെ സൈന്യാധിപനായിരുന്നു? ഡച്ച് സൈന്യാധിപനായിരുന്നു ആര്? ക്യാപ്റ്റൻ ഡിലനോയ്. അത് ഇവിടെ പഠിച്ചു വെക്കുക. പിന്നെ തോമസ് വാർഡൻ. ആരാണ് തോമസ് വാർഡൻ? നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചു, അല്ലെ? എന്ത് പഠിച്ചു? കുറിച്യ കലാപം നമ്മൾ പഠിച്ചു. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നൊക്കെ പഠിച്ചു. അത് ഈ എന്താണ്, കുറിച്യ കലാപത്തിന്റെ പ്രധാന കാരണം എന്താണെന്ന് അറിയോ? കുറിച്യ കലാപത്തിന്റെ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. ആരുടെ? കുറിച്യരുടെയും കുറുമ്പരുടെയും മേലെ, ഈ രണ്ട് വിഭാഗത്തിന്റെ മേലെ ബ്രിട്ടീഷുകാർ തെറ്റായ ഒരു നികുതി നയം നടത്തുകയാണ്. ഓക്കെ, നികുതി ഏർപ്പെടുത്തുകയാണ്. ഇതിനെതിരെ നടന്നതാണ് കുറിച്യ കലാപം. എന്താന്ന് പഠിച്ചു വെക്കുക. ആർക്കാണ് നികുതി ഏർപ്പെടുത്തിയത്? കുറിച്യർക്കും കുറുമ്പർക്കും. ഓക്കെ, കുറിച്യരും കുറുമ്പരും. ഓക്കെ, അവരാണ് കുറിച്യ കലാപത്തിൽ ഉണ്ടായിരുന്നത്, കുറിച്യരും കുറുമ്പരും. ആരാണ് ഇത് ഏർപ്പെടുത്തിയത്? അതായത് നികുതി ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്റെ പേരാണ് ഈ തോമസ് വാർഡൻ. ഞാൻ എപ്പോഴും പറഞ്ഞു തരാറുണ്ട്, നമ്മൾ ഹോസ്റ്റൽ ആലോചിച്ചാൽ മതി. ഹോസ്റ്റലിൽ നമ്മൾ എന്തെങ്കിലും ഫൈൻ കിട്ടുന്ന പരിപാടികൾ ചെയ്താൽ, അതായത് എന്തെങ്കിലും പൊട്ടത്തരം ചെയ്തു കഴിഞ്ഞാൽ അതിന് ആര് ഫൈൻ ഇടും? അതായത് എന്തെങ്കിലും കൊണ്ടുപോകാൻ പാടില്ലാത്ത സാധനം, ചില ഹോസ്റ്റലുകളിലൊന്നും ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും പറ്റില്ല. അതായത് ചെറിയ കുട്ടികളുടെ ഹോസ്റ്റലുകളിൽ, സ്കൂളുകളുടെ ഹോസ്റ്റലുകളിലൊന്നും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുപോയാൽ എന്ത് കിട്ടും? ഫൈന് കിട്ടും. അത് ആരാണ് ഏർപ്പെടുത്തുക? വാർഡനാണ്. കണക്ട് ചെയ്തൂടെ? അപ്പോൾ ടാക്സ് ഏർപ്പെടുത്തുക, അതായത് നികുതി ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ ആരാണ്? തോമസ് വാർഡൻ ആണ്. പിന്നെ ഗിഫോർഡ് നമുക്കറിയാം. ഓക്കെ, പിന്നെ TH ബാബർ നമ്മൾ പഠിച്ചതാണ്. തലയിൽ മുടി വെട്ടാൻ ബാർബർ വേണം. അപ്പൊ TH ബാബർ, തോമസ് ഹാർവേ ബാബർ. ഓക്കെ, ബാബർ എന്താണ്? തലശ്ശേരി സബ് കളക്ടർ ആണ്. തലശ്ശേരി സബ് കളക്ടർ. എപ്പോ? രണ്ടാം പഴശ്ശി കലാപ സമയത്ത്. ഓക്കെ, ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. നമ്മൾ പഠിച്ചു. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാന്ന് ചോദിച്ചാൽ 1723 ഈ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ഒന്ന് മാർത്താണ്ഡവർമ്മ. ഓക്കെ, മാർത്താണ്ഡവർമ്മയും പിന്നെ ആരാണ്? അലക്സാണ്ടർ ഓം ആണ്. അലക്സാണ്ടർ ഓം. മാർത്താണ്ഡവർമ്മ, അലക്സാണ്ടർ ഓം. മാർത്താണ്ഡവർമ്മ പക്ഷെ എന്ത് പേരിലാണ് ഒപ്പുവെച്ചത്? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ. ഓക്കെ, നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിലാണ് മാർത്താണ്ഡവർമ്മ ഒപ്പുവെച്ചത്. അപ്പൊ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അല്ലെ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ മകൾ മാഡം ബിക്കാജി കാമയാണ് ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാന്ന് വെച്ചാൽ സരോജിനി നായിഡു ആണ്. ഈ സരോജിനി നായിഡു സ്നേഹപൂർവ്വം ഗാന്ധിജിയെ എന്താണ് വിളിച്ചതെന്ന് ചോദിക്കും, അല്ലെ? സരോജിനി നായിഡു സ്നേഹപൂർവ്വം ഗാന്ധിജിയെ എന്താണ് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ എന്താണ്? മിക്കി മൗസ് എന്നാണ് സരോജിനി നായിഡു ഗാന്ധിജിയെ വിളിച്ചിരുന്നത്. എന്താണ്? മിക്കി മൗസ് എന്നാണ് വിളിച്ചിരുന്നത്. അപ്പൊ ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്ന ആരാണ്? മാഡം ബിക്കാജി കാമയാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ വിപ്ലവങ്ങളുടെ
മാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? മാഡം ബിക്കാജി കാമയാണ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. ഫ്രഞ്ച് വിപ്ലവമാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം എപ്പോഴാണ്? 1789. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവം നടന്നത് 1789. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം. ഭൂമി, ആഹാരം, സമാധാനം എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവം. ഭൂമി, ആഹാരം, സമാധാനം റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്ന മുദ്രാവാക്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ആരാണ്? പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് ഓട്ടിസ് ആണ് പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത്. ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ജെയിംസ് ഓട്ടിസ് ആണ്. അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരെന്ന് ചോദ്യം വന്നതാരാണ്? ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. അമേരിക്കയുടെ എന്താണ്? ലിഖിത ഭരണഘടനയാണ് അല്ലെ? ചെറിയ ഒരു ലിഖിത ഭരണഘടനയാണ് അമേരിക്കയുടെ, ചെറുതാണ്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ആരുടെയാണ്? നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ഭരണഘടനയാണ് അല്ലെ? ഭരണഘടന എത്ര ദിവസം കൊണ്ടാണ് രൂപീകൃതമായത്? 2 വർഷം 18 മാസം 17 ദിവസം അല്ലെ? 2 വർഷം 18 മാസം അല്ല, 2 വർഷം 11 മാസം. 2 വർഷം 18 എന്ന് അറിയാതെ വന്നാണ്. 18 എന്താന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഒരു മിനിറ്റ്. 2 വർഷം 11 മാസം 17 ദിവസം. ഇതാണ് 18 ആയിട്ട് വരിക അല്ല. അതായത് ഈ സാധനം പലപ്പോഴും എന്താണ് ഓപ്ഷനിൽ ഉണ്ടാവുക? 18 ഉണ്ടാവും, 17 ഉണ്ടാവില്ല. അപ്പൊ ശ്രദ്ധിച്ചു പഠിക്കുക. 2 വർഷം 11 മാസം 17 ദിവസം കൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന രൂപീകൃതമായത്. ഇത് ചിലപ്പോഴൊക്കെ എന്ത് തരാറുണ്ട്? ഇത് 18 ദിവസം എന്ന് ഓപ്ഷനിൽ തരാറുണ്ട്. അപ്പൊ 17 കണ്ടാലും 18 കണ്ടാലും ആൻസർ ചെയ്യുക. 17 കണ്ടാൽ അതിന് ആൻസർ കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ 2 വർഷം 11 മാസം 17 ദിവസം കൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന രൂപീകൃതമായത്. എന്നാണ് ഭരണഘടന അംഗീകരിച്ചത്? എപ്പോഴാണ്? 1949 നവംബർ 26 അല്ലെ? 1949 നവംബർ 26 ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചത്. ഈ നവംബർ 26 ഭരണഘടനാ ദിനം. 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. 1950 ജനുവരി 26 ഇതെന്താണ്? ഭരണഘടന നിലവിൽ വന്നത്. ഇത് അംഗീകരിച്ച ദിവസമാണ് 1949 നവംബർ 26. 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. ഭരണഘടനയുടെ ശില്പി ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് അല്ലെങ്കിൽ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ? മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ്? അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത് അല്ലെ? എന്താണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹമാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഉരുക്കു മനുഷ്യനിൽ നിന്നല്ലേ നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് പഠിച്ചു വെച്ചോ, സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധിയാണ്. തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് മാർത്താണ്ഡവർമ്മയാണ്. ചോരയുടെയും ഇരുമ്പിന്റെയും നരം ആരുടെ ഭരണ നയമാണെന്ന് ചോദിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കേട്ടോ. മാർത്താണ്ഡവർമ്മ. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. റിപ്പീറ്റ് ചെയ്ത് കേട്ടതൊക്കെ എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് പഠിച്ചു പോവാം കേട്ടോ. ഇതൊക്കെ നമുക്ക് സമയത്ത് തന്നെ നേരെ തന്നെ പഠിച്ചു പോവാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്താണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും പറയാണ്ടോ? ഓക്കെ, അപ്പൊ ആറ്റിങ്ങൽ വേണാട് ഉടമ്പടി വർഷം പഠിക്കണം 1723. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് മാത്രം തിരഞ്ഞെടുക്കുക. ഗിഫോർഡ് ഉൾപ്പെടെ ഇത് നമ്മൾ പഠിച്ചതല്ലേ? ഇത് അവിടെ നിന്ന് തന്നെ ഞാൻ ക്ലിയർ ആക്കിയിട്ട് പോയിട്ടുണ്ട്. കലാപത്തിന് നേതൃത്വം നൽകിയത് മാർത്താണ്ഡവർമ്മയല്ല, കലാപത്തിന് നേതൃത്വം നൽകിയത് എട്ടുവീട്ടിൽ പിള്ളമാരാണ് കേട്ടോ. അപ്പൊ ഉടമ്പടി 1723 അതും പഠിച്ചു. എട്ടുവീട്ടിൽ പിള്ളമാരുടെ നേതാവ് ഞാൻ പറഞ്ഞു കുടമൻ പിള്ള. പിന്നെ ഇവരുമായി ബന്ധപ്പെട്ട് ഒരു ശൈലി ഉണ്ടല്ലോ, അതായത് കുളം തോണ്ടുക എന്ന ശൈലി അല്ലെ? കുളം തോണ്ടുക അത് ഇവരുമായി ബന്ധപ്പെട്ടുണ്ടായതാണെന്ന് ഞാൻ കഥയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ എട്ടുവീട്ടിൽ പിള്ളമാരെ ആരിനെ എതിർക്കുകയാണ്? മാർത്താണ്ഡവർമ്മയുടെ ഭരണ നയങ്ങളെ ആരെതിർക്കാണ്? എട്ടുവീട്ടിൽ പിള്ളമാരെ എതിർക്കാണ്. ഇവർ ആ നാട്ടിലെ പ്രമാണിമാരാണ്. എട്ടുവീട്ടിൽ പിള്ളമാര്. അപ്പൊ അത്യാവശ്യം പിടിപാടൊക്കെ ഉണ്ട്. അപ്പൊ ഇവർ ഇതിനെങ്ങനെ എതിർക്കുമ്പോൾ ഇത് ആർക്ക് പറ്റൂല? മാർത്താണ്ഡവർമ്മക്ക് അത്രയോട് പറ്റില്ല. അങ്ങനെ മാർത്താണ്ഡവർമ്മയും ഇവരും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാവുകയാണ്. മാർത്താണ്ഡവർമ്മ ഇവരെല്ലാം വധിക്കുകയാണ്. ഇവരെല്ലാം കുടുംബത്തോടെ കുളന്നു, അതായത് കുടുംബത്തോടെ വധിച്ചു കളയാണ്. ഇവരുടെ തറവാട് പൊളിച്ചു മാറ്റി അവിടെ എന്താണ് കുളം തോണ്ടി വെക്കുകയാണ്. അങ്ങനെ ഒരു തറവാടേ അവിടെ ഇല്ല എന്നുള്ള രൂപത്തിലാക്കി വെക്കണം. അതാണ് കുളം തോണ്ടുക. കുളം തോണ്ടുക കാരണം എന്താണ്? നശിപ്പിക്കുക എന്നുള്ളത് അല്ലേ? അടിയോടെ വേരോടെ നശിപ്പിക്കുക എന്ന അർത്ഥം. അതാണ് കുളം തോണ്ടുക എന്നുള്ളത്. അത് ആ ശൈലി എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയും എട്ടുവീട്ടിൽ പിള്ളമാരുമായി ബന്ധപ്പെട്ടതാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ അതൊക്കെ ഓക്കെ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക.
ഇത് പഴശ്ശി കലാപങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇനി പഴശ്ശി കലാപങ്ങളുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. 93 മുതൽ 97 വരെ ഒന്നാം പഴശ്ശി കലാപമാണെന്ന് നമ്മൾ പഠിച്ചു. ഒന്നാം പഴശ്ശി കലാപമാണ് 93 മുതൽ 97 വരെ. രണ്ടാം പഴശ്ശി കലാപം എപ്പോഴാണ്? 1800 മുതൽ 1805 വരെ. ഇതെന്താണ് രണ്ടാം പഴശ്ശി കലാപം? പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം എപ്പോഴും ചോദിക്കും, അത് പുരളിമലയാണ്. പുരളിമല എവിടെയാണ്? കണ്ണൂരാണ് പുരളിമല. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രമാണ് പുരളിമല. ചോദ്യം വരാറുണ്ട്, അങ്ങനെ തന്നെ ചോദ്യം വരും. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രമാണ് പുരളിമല. പുരളിശെമ്മൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പുരളിശെമ്മൻ ആരാണ്? പുരളിശെമ്മൻ കേരളസിംഹം അല്ലെ? കേരളസിംഹം എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? കേരളസിംഹം പഴശ്ശിരാജയാണ് അല്ലെ പുരളിശെമ്മൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കേന്ദ്രമാണ് പുരളിമല. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കേന്ദ്രം. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാരണം ചോദിച്ചാൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാരണം. രണ്ടാം പഴശ്ശി കലാപത്തിന്റെ കാരണമാണ് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് അല്ലെ? ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് രണ്ടാം പഴശ്ശി കലാപം ഉണ്ടായിരുന്നത്. ഈ രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തു. നമ്മൾ പഠിച്ചു. രണ്ടാം പഴശ്ശി കലാപ സമയത്ത് ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപനാണ് ആർത്തർ വെല്ലസ്ലി. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്ന ആർത്തർ വെല്ലസ്ലി. അതും നമ്മൾ പഠിച്ചു. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം പഠിക്കാണ്ട് 1815 വാട്ടർലൂ യുദ്ധം. എന്താണ് വാട്ടർലൂ യുദ്ധം? നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ യുദ്ധമാണല്ലേ? നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് വാട്ടർലൂ യുദ്ധം. ഈ വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആരാന്ന് ചോദിച്ചാലാണ് ആർത്തർ വെല്ലസ്ലി. അദ്ദേഹമാണ് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത്. അപ്പൊ രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപനാണ് ആർത്തർ വെല്ലസ്ലി. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരാന്ന് വെച്ചാൽ തലയിലെ മുടി വെട്ടാം ബാർബർ തോമസ് ഹാർവേ ബാബർ ആണ്. തോമസ് ഹാർവേ ബേബർ അല്ലെ? TH ബേബർ. തോമസ് ഹാർവേ ബേബർ. അത് ബാബർ എന്ന് പഠിച്ചു വെച്ചാൽ മതി, ബാർബർ എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോ തോമസ് ഹാർവേ ബാബർ ആണ് രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ. അതും നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ പഴശ്ശി കലാപങ്ങളുമായിട്ട് പിന്നെ പഴശ്ശി വധിക്കപ്പെട്ടത് എന്നാണ് പഠിക്കണം. 1805 1805 നവംബർ 30 മാവിലാന്തോട് വെച്ചിട്ടാണ് അദ്ദേഹം വധിക്കപ്പെട്ടത്. എന്നാൽ അദ്ദേഹത്തിന്റെ സ്മാരകം പഴശ്ശി സ്മാരകം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് മാനന്തവാടിയാണ്. ഓക്കെ, മാനന്തവാടിയാണ്. പഴശ്ശി ഡാം എവിടെയാണ്? കണ്ണൂർ വളപട്ടണം പുഴ. പഴശ്ശി മ്യൂസിയം എവിടെയാണ്? അത് കോഴിക്കോട്, ഈസ്റ്റ് ഹിൽ കോഴിക്കോട്. അപ്പൊ അതൊക്കെ എക്സാക്റ്റ് ആയിട്ട് നേരെ അതുപോലെ തന്നെ പഠിക്കുക, മാറിപ്പോരുത്. പഴശ്ശി ഡാം ആണ് കണ്ണൂര്. ഓക്കെ, കണ്ണൂർ വളപട്ടണം പുഴ. പഴശ്ശി മ്യൂസിയം ആണ് കോഴിക്കോട്. ഓക്കെ, പിന്നെ പഴശ്ശി സ്മാരകമാണ് മാനന്തവാടി. പഴശ്ശി വധിക്കപ്പെട്ടത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചാലാണ് എവിടെ? മാവിലാന്തോട്. ഓക്കെ, മാവിലാന്തോട്. അപ്പൊ അതൊക്കെ നേരെ പഠിക്കുമല്ലോ. പിന്നെ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് എപ്പോഴും ചോദിക്കും, പഠിച്ചിട്ട് പോയിക്കോ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. ഓക്കെ, ഈ സർദാർ KM പണിക്കറാണ് മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചതും സർദാർ KM പണിക്കറാണ്. ഓക്കെ, പിന്നെ വാസ്കോഡ ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് മാനുവൽ രാജാവാണ്. വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാന്ന് ചോദിച്ചാലും മാനുവൽ രാജാവാണ്. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഏകദേശം ക്ലിയർ ആയല്ലോ. പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് ഏകദേശം ഇമ്പോർട്ടന്റ് ആയത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞു വെക്കുക, ഇതിലൊക്കെ ചോദ്യം വരും. പിന്നെ KKN കുറുപ്പാണ് പഴശ്ശി സമരങ്ങൾ രചിച്ചത്. പഴശ്ശിരാജ സിനിമ സംവിധാനം ചെയ്തത് ഹരിഹരനാണ്. ആരാണ്? ഹരിഹരനാണ് പഴശ്ശിരാജ സിനിമ സംവിധാനം ചെയ്തത്. പഴശ്ശിരാജയായിട്ട് അഭിനയിച്ചത് ആരാന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അറിയാതെ മമ്മൂട്ടിയാണ് അല്ലെ? പഴശ്ശിരാജയായിട്ട് അഭിനയിച്ചത് മമ്മൂട്ടിയാണ്. പിന്നെ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തു. കുറിച്യ കലാപം നടന്നത് എപ്പോഴാണ്? 1812 കുറിച്യ കലാപം നടന്നത്. ഇതിലാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം. ഈ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് രാമൻ നമ്പി അല്ലെങ്കിൽ രാമൻ നമ്പി. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് രാമൻ നമ്പി. ഇത് ശ്രദ്ധിച്ചു പഠിക്കണം. കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ് രാമൻ നമ്പി. പഴശ്ശിയെ സഹായിച്ച നേതാവ് ആരാന്ന് ചോദിച്ചാൽ തലക്കൽ ചന്തു. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് തലക്കൽ ചന്തു അല്ല, രാമൻ നമ്പിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കൂലേ? ഇത്രയും പോയിന്റ്സ് എന്തായാലും ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, ഏകദേശം ബന്ധപ്പെട്ടതൊക്കെ പറഞ്ഞു തന്നു. പിന്നെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ളത് പഠിച്ചു വെക്കണം. ഏതാണ്? കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ്. എപ്പോഴാണ് പുന്നപ്ര വയലാർ സമരം? പുന്നപ്ര വയലാർ സമരം
1946. പേന വരാൻ വെയിറ്റ് ചെയ്താണ്. 1946 പുന്നപ്ര വയലാർ സമരം. 1936 എന്താണ്? 1936 ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരമാണ് 1936. ഇത് പഠിച്ചു വെക്കണം. ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചതാണ് ക്ഷേത്രപ്രവേശന വിളംബരം അല്ലെ. തിരുവിതാംകൂറിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. അത് നടന്ന വർഷം 1936. ഓക്കെ, 1946 പുന്നപ്ര വയലാർ സമരം അല്ലെ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഏകദേശം എല്ലാം ഇതുമായി ബന്ധപ്പെട്ടതൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ. ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പിന്നെ ഒളിപ്പോര് അല്ലെ. ഒളിപ്പോര് ആരുമായി ബന്ധപ്പെട്ടതാണ്? ഒളിപ്പോര് അല്ലെ. ഗറില്ല യുദ്ധമുറ ഒളിപ്പോര് ആരുമായി ബന്ധപ്പെട്ടതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, പഴശ്ശിരാജ. ഓക്കെ, പിന്നെ അത് 1857 വിപ്ലവത്തിൽ ഒളിപ്പോര് ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് താന്തിയ തോപ്പിയാണ് കേട്ടോ. താന്തിയ തോപ്പി. ചോദ്യം വരാറുണ്ട്, താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം എന്താണെന്ന് ചോദ്യം വരാറുണ്ട്. രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ് താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം. ഈ 1857 വിപ്ലവത്തിലെ കാൺപൂരിൽ നേതൃത്വം നൽകിയതാണ് നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമമാണ് ദൊണ്ടു പന്ത് അല്ലെ. പിന്നെ അതുപോലെ തന്നെ റാണി ലക്ഷ്മിബായി അല്ലെ. ഝാൻസി, ഗോളിയോർ എന്നിവിടങ്ങളിൽ നേതൃത്വം നൽകിയതാണ് റാണി ലക്ഷ്മിബായി. ഝാൻസി റാണി എന്ന് പഠിച്ചു വെച്ചാൽ മതി, അപ്പൊ ഉത്തരം കിട്ടും. ഝാൻസിയിൽ നേതൃത്വം നൽകിയത് ആരാന്ന് വെച്ചാൽ റാണി ലക്ഷ്മിബായി. ഈ റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമമാണ് മണികർണിക. ഒക്കെ പഠിച്ചു വെക്കാം കേട്ടോ. 1857 വിപ്ലവമൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് വെല്ലസ്ലി. കണക്ട് ചെയ്യുമല്ലോ, ഇനി ചോദ്യം വന്നാൽ തെറ്റൂലല്ലോ. അപ്പൊ ഡ്യൂക്ക് ഓഫ് വെല്ലസ്ലിയാണ്. പിന്നെ ക്യാപ്റ്റൻ ഡിലനോയ് എന്താണ്? ക്യാപ്റ്റൻ ഡിലനോയ് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നാണ് അറിയപ്പെടുന്നത്. ആരാണ്? മാസ്റ്റർ റാൽഫിച്ച്. ആരാണ് മാസ്റ്റർ റാൽഫിച്ച്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാസ്റ്റർ റാൽഫിച്ച് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്ന ആരാന്ന് വെച്ചാൽ ആരാണ്? മാസ്റ്റർ റാൽഫിച്ച് ആണ്. കാരണം ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ എന്നൊക്കെ പറയപ്പെടുന്നത് ആരാണ്? മാസ്റ്റർ റാൽഫിച്ചിനാണ്. ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ എന്ന് പറയപ്പെടുന്നത് മാസ്റ്റർ റാൽഫിച്ചിനാണ്. അപ്പൊ പഠിച്ചു വെക്കുക. അൽവാരോ വെൻഹോവ് ആരാണ്? വാസ്കോഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ്. അപ്പൊ അതൊക്കെ കിട്ടിയല്ലോ. രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്ചാണ് നേതാവ് തലക്കൽ ചന്തു. തെറ്റായോടി ഇത് ശ്രദ്ധിക്കണേ. അതായത് പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടി. ഒന്ന് പറഞ്ഞ്, പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടി. പഴശ്ശി സ്മാരകം മാനന്തവാടി. പഴശ്ശി ഡാം കണ്ണൂർ വളപട്ടണം പുഴ. പഴശ്ശി ഡാം കണ്ണൂർ വളപട്ടണം പുഴ. പഴശ്ശി മ്യൂസിയം എവിടെയാണ്? ഈസ്റ്റ് ഹിൽ, കോഴിക്കോട് അല്ലെ. കോഴിക്കോടാണ് പഴശ്ശി മ്യൂസിയം. എവിടെയാണ്? കോഴിക്കോടാണ്. ഈസ്റ്റ് ഹിൽ, കോഴിക്കോട്. പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹിൽ, കോഴിക്കോട്. പഴശ്ശി മരണപ്പെട്ടത്, അതായത് കൊല്ലപ്പെട്ടത് എവിടെ വെച്ചിട്ടാണ്? മാവിലാന്തോട്. അതാണ് മാവിലാന്തോട്. പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടി. എന്നാണ് പഴശ്ശിരാജ വധിക്കപ്പെട്ടത്? 1805 നവംബർ 30. ഓക്കെ. KKN കുറുപ്പ് എന്താണ് രചിച്ചത്? പഴശ്ശി സമരങ്ങളാണ് KKN കുറുപ്പ്. കേരളസിംഹം സർദാർ KM പണിക്കർ. ഓക്കെ. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏതുമായി? കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ എല്ലാം കിട്ടിയല്ലോ. ഇന്ന് പഠിച്ചത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? പഠിച്ചതും നമ്മൾ ആൻസർ ചെയ്തത് നിങ്ങൾക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ടാകുന്ന വിചാരിക്കും. പലർക്കും എല്ലാതും ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ കിട്ടാത്തവരാണെങ്കിൽ ഇപ്പൊ ഈ റിവിഷനിലൂടെ എല്ലാം പഠിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ നന്നായി തന്നെ പഠിച്ചു പോവാം. പവർ ക്യാപ്സ്യൂൾ മിസ്സാക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് മാർക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. പിന്നെ അത് പഠിച്ചു കഴിഞ്ഞ് അതെവിടെങ്കിലും നോട്ട് എഴുതി വെച്ച് നിങ്ങൾ പിന്നെ പഠിക്കൊന്നും വേണ്ട. നോട്ട് ഞാൻ എപ്പോഴും ടെലിഗ്രാമിൽ ഇടുന്നുണ്ട്. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ നോട്ട്സും കിട്ടും. അപ്പോൾ നോട്ട്സ് എഴുതാനുള്ള നിങ്ങളുടെ സമയം പോകുന്നില്ല. നിങ്ങളുടെ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാണ് ഞാൻ ഈ നോട്ട്സ് അതിൽ ഷെയർ ചെയ്യുന്നത്. അങ്ങനെയെങ്കിലും അവിടെ വായിച്ചിട്ടാലും, ഇനി വായിച്ച് പഠിക്കുന്നവരാണെങ്കിൽ അവിടെ വായിച്ചിട്ടാണെങ്കിൽ പഠിച്ചോട്ടെ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് വായിക്കേണ്ടി വരില്ല. ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് തന്നെ ഭൂരിഭാഗം കാര്യങ്ങളും 99% കാര്യങ്ങളും അവിടെ നിന്ന് തന്നെ പഠിച്ചു പോകും. ഏതെങ്കിലും ഒന്ന് മൈൻഡ് പാലസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതായത് ക്ലാസ്സിൽ മുഴുവൻ സമയം ചിലപ്പോൾ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റില്ല, എങ്കിലും ഞാൻ നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും ഇങ്ങനെ കൊണ്ടുവരാൻ നോക്കും. ഓക്കെ, ഞാൻ ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ടൊക്കെ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിപ്പിക്കും. അപ്പോൾ എല്ലാം പഠിച്ചു പോകുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും. അത് നിങ്ങൾക്ക് വേറെ പഠിക്കേണ്ടി വരുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോവുക, നന്നായി പഠിക്കുക. ഓക്കെ, എന്തായാലും പവർ ക്യാപ്സ്യൂൾ മിസ്സാക്കരുത്. പിന്നെ പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് പവർ ക്യാപ്സ്യൂൾ എന്നൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പുതിയൊരു പ്ലേലിസ്റ്റും നമ്മൾ കൊണ്ടുവരികയാണ്. കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റിന്റെ ഒരു പ്ലേലിസ്റ്റും നമ്മളിപ്പോൾ കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ പ്ലേലിസ്റ്റ് അവിടെ പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ന്യൂ SCERTയുടെ ക്ലാസ്സുകൾ നമ്മൾ എല്ലാ ദിവസവും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ന്യൂ SCERT ക്ലാസ്സസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഇതിന്റെ ക്ലാസ് ആണ്. അപ്പോൾ നാളെ ന്യൂ SCERTയുടെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അതിന്റെ ക്ലാസ് കാണുക. എല്ലാ ദിവസത്തെയും ക്ലാസ് അപ്പോൾ തന്നെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. എല്ലാ ദിവസത്തെയും ക്ലാസ് കാണാം. പുതിയ ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു വരും. പിന്നെ ന്യൂ SCERT ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് നമുക്കുണ്ട്. ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലിങ്ങനെ കാണും നിങ്ങൾ പഠിക്കാത്ത ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്. ഓക്കെ, ന്യൂ SCERT എന്തായാലും പഠിച്ചിട്ട് പോകണം. എല്ലാ ടോപ്പിക്കുകളിലും ന്യൂ SCERTയിൽ എന്തൊക്കെ പോയിന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. അതിൽ നമ്മൾ
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെ ഓരോ കാര്യങ്ങളും അവിടെ ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ആസിഡുകളും ബേസുകളും അങ്ങനെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്കുകളാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു പോവുക, പഠിക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ LGS ഹോട്ട് ടോപ്പിക്സ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, അത് പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊരു എക്സാമിനും നല്ല അടിപൊളിയായിട്ട് ഉപകരിക്കും ആ സാധനം. ഓക്കെ, ഏതൊരു എക്സാമും നല്ല കോൺഫിഡൻസോട് കൂടെ നിങ്ങൾക്ക് എന്തായാലും എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആകെ അതിലുള്ളത് ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എത്തിച്ചേരില്ല. 100-300 ക്ലാസ്സുകൾ തന്നിട്ട് ഇതാണ് ഹോട്ട് ടോപ്പിക്സ് എല്ലാം പഠിച്ചോന്ന് പറയല്ല. ആകെ അതിലുള്ളത് 25 ക്ലാസ്സുകളാണ്. ഓക്കെ, ഒരു 25 ക്ലാസ് മാത്രം പഠിച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം എല്ലാ ബേസും കിട്ടും. എന്തായാലും നിങ്ങൾ PSC ട്രാക്കിലായിട്ടുണ്ടാവും. പിന്നെ ഏതൊരു എക്സാമും നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസോട് കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ 25 ക്ലാസ്സുകളായിട്ട് 90-ലധികം ടോപ്പിക്കുകൾ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട്. 40 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറാണ് നമ്മുടെ ഓരോ ക്ലാസ്സും വരുന്നത്. അതിൽ നമ്മൾ 4-5 ടോപ്പിക്കുകൾ ഒറ്റ ക്ലാസ് തന്നെ സിമ്പിളായി നമ്മൾ അവിടുന്ന് തന്നെ ഡിസ്കസ് ചെയ്ത് അവിടുന്ന് തന്നെ കോഡുകളൊക്കെ യൂസ് ചെയ്ത് പഠിച്ചു പോകും. അപ്പോൾ പർച്ചേസ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക. അത് ഈ എക്സാമിന് വേണ്ടി മാത്രമല്ല, ഏതൊരു എക്സാമിനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഏത് എക്സാമിനും നിങ്ങളുടെ കയ്യിൽ സാധനം ഉണ്ടാവും. അതിന് പ്രത്യേകിച്ച് വാലിഡിറ്റി ഒന്നുമില്ല. നിങ്ങൾ അത് ഒരു വട്ടം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങളുടെ കയ്യിൽ ഭദ്രമാണ്, നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും ആ സാധനം, എങ്ങോട്ടും പോകില്ല. ഓക്കെ, അപ്പോൾ പർച്ചേസ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പം എത്താൻ പറ്റും. അതായത് നമ്മൾ ഡെയിലി ആകെ ഒരു ക്ലാസ് മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബാച്ച് ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഈ വീട്ടമ്മമാരെയും അതുപോലെ തന്നെ ജോലിക്കിടയിൽ പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇവർക്കൊന്നും ടൈം കിട്ടില്ല അധികം. അപ്പോൾ ഇവർക്കൊക്കെ ഡെയിലി ഒരു ക്ലാസ് എങ്കിലും കാണാൻ പറ്റുന്ന രീതിയിൽ ആകെ ഒരു ക്ലാസ് മാത്രമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി 2 ക്ലാസ് കണ്ട് ഞങ്ങളുടെ ഒപ്പം എത്താൻ പറ്റും. കാരണം കഴിഞ്ഞു പോയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ ഷെയർ ചെയ്ത് തരും. അപ്പോൾ കഴിഞ്ഞു പോയ ക്ലാസ്സുകൾ കൂടെ കണ്ട് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾ 2 ക്ലാസ് കാണണം. അതാകുമ്പോൾ എക്സാം ആകുമ്പോഴേക്കും നമ്മുടെ ഒപ്പം എത്തി നമ്മൾ ട്രാക്കിലാവും. ഓക്കെ, പിന്നെ ആ സമയത്ത് ഞാൻ റിവിഷൻ എക്സാമുകൾ നടത്തും. നിങ്ങൾക്കുള്ള റിവിഷൻ ക്ലാസ്സുകൾ ഞാൻ എടുക്കും. നിങ്ങൾ എക്സാമിന് നല്ല പെർഫെക്റ്റ് ആക്കി നിങ്ങളെ സജ്ജരാക്കി വെക്കും. ഓക്കെ, അപ്പോൾ വാട്സ്ആപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ആ അടുക്കുന്ന സമയത്തൊന്നും ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പഠിച്ചെത്തില്ല. അപ്പോൾ ഇപ്പോഴാകുമ്പോൾ ഡെയിലി ഒരു ടോപ്പിക്കുകൾ മാത്രമാണ് വെച്ച് നമ്മൾ പോകുന്നത്. ഓക്കെ, തുടക്കം തൊട്ടുള്ളവർക്ക് ഇങ്ങനെ സിമ്പിളായി പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്കാണെങ്കിൽ ഡെയിലി 2 ക്ലാസ് മാത്രം കണ്ടുപോവുക. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പഠിച്ച് പോകാനുള്ളതാണ്. അപ്പോൾ വാട്സ്ആപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് സിലബസിലെ ഓരോ ഭാഗത്തു നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 100 ചോദ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. സെലക്ട് ചെയ്ത 100 ചോദ്യങ്ങളാണ്. അതായത് നിങ്ങൾ ഓരോ ഭാഗത്തു നിന്നും ഏതൊക്കെ പഠിക്കണം എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട കാര്യമല്ല. നമ്മളത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ഭാഗത്തു നിന്നും അതിൽ ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട്, എക്കണോമിക്സ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ നിന്നൊക്കെ ഏതൊക്കെ 100 ചോദ്യങ്ങളാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതെന്ന് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് അയക്കുക, എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് വാങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും, പിന്നെ എങ്ങോട്ടും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. എക്സാമിനോട് അടുക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ വിചാരിച്ചിരിക്കരുത്, നേരത്തെ എല്ലാം ചെയ്തു വെക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു മോക്ക് ടെസ്റ്റുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഇനി പവർ ക്യാപ്സ്യൂളിന്റെ ക്ലാസ് വരും, USCRTയുടെ ക്ലാസ് വരും. പിന്നെ നിങ്ങൾക്ക് ഇത് അതായത് പ്ലേലിസ്റ്റ് ഒന്ന് ഉണ്ടാക്കുമെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ നോട്ടിഫിക്കേഷൻ വരുന്നത് കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അതായത് നമ്മുടെ ഓരോ ക്ലാസ്സുകളും അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ബെല്ലൈക്കൺ ഞാൻ അങ്ങനെ പറയാറില്ല, എൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കാൻ ഞാൻ പറയാറില്ല. പക്ഷെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരണം, അപ്പോൾ തന്നെ ക്ലാസ് കണ്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നോട്ടിഫിക്കേഷൻ അതായത് ബെല്ലൈക്കൺ ഒന്ന് ഓൺ ആക്കി വെക്കുക. പിന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കാണുമ്പോഴാണ് അടുത്ത ക്ലാസ് എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാനുള്ള ഒരു ഊർജ്ജം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.